ധർമ്മസ്ഥലയിൽ മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ. താൻ മൃതദേഹങ്ങൾ കുഴിച്ചിടുന്നത് കണ്ടവരുണ്ട്, അസ്ഥികൾ ലഭിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും ശുചീകരണ തൊഴിലാളി പറയുന്നു. വിവരങ്ങളുമായി ചേരുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. SIT ಅಧಿಕಾರಿಗಳ ಹತ್ರ ಕೇಳ್ಕೊಂಡಿದ್ದೀನಿ, ಇನ್ನು ತೆಗಿಸ್ತಾರೆ, ಅದನ್ನು ಕೂಡ ತೆಗ್ಲಿಕ್ಕೆ ತುಂಬಾ ಉಂಟು. ಖಂಡಿತ ನನಗೆ ಅನಿಸುತ್ತೆ. ಆದ್ರೆ ಈಗ 70 ಏನೋ ಓದುವುದು ನನಗೊಂದು ಅದು ಏಕೆ. ಮತ್ತೆ ಇನ್ನು ಗೋಮಟ ಬೆಟ್ಟದಲ್ಲಿ ಒಂದು 10-20 ಹಾಕಿ ಉಂಟು. ಇನ್ನು ಕೆಲವು ಈಗ ನೋಡಿ ಕೇರಳ ಹೆಂಗ್ಸ್ ಒಂದು ಮಣ್ಣು ಮಾಡಿದಂತು, ಅಲ್ಲಿ ಹೋಗಿ ನೋಡಿದ್ವಿ ಬಂಡೆಕಲ್ಲು ಮುಚ್ಚಿ ಹೋಗಿದೆ. ಆ ಬಂಡೆಕಲ್ಲು 4 ಫೀಟ್ ಮೇಲೆ ಇತ್ತು, ಈಗ ಬಂಡೆಕಲ್ಲು ಮಣ್ಣು ಮುಚ್ಚಿದೆ, ಅಲ್ಲಿ ಮಣ್ಣು ಸುರಿದಿದ್ದಾರೆ. ಕಲ್ಲೇರಿ ಪೆಟ್ರೋಲ್ ಬಂಕಲ್ಲಿ ಒಂದು ಚಿಕ್ಕ ಹುಡುಗಿ, ಒಂದು 15 ವರ್ಷದ ಹುಡುಗಿ. ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി വീണ്ടും ചേരുന്നത് മുഹമ്മദ് റഹീസാണ്. റഹീസ്, വലിയ വെളിപ്പെടുത്തലാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ മറവ് ചെയ്തത് അത് തെറ്റാണ് എന്ന് ഇയാൾ തുറന്നു സമ്മതിക്കുന്നുണ്ടല്ലോ. താൻ ചെയ്തത് തെറ്റാണ്, പക്ഷേ ഇപ്പോൾ താനത് തുറന്നു പറയുന്നു എന്ന മട്ടിലാണല്ലോ ഈ നിർണായകമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റീന, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ശുചീകരണ തൊഴിലാളിയുടെ മൊഴി, അദ്ദേഹത്തിന്റെ മൊഴിയിലുള്ള വിശ്വാസ്യത, അദ്ദേഹം ഏതെങ്കിലും സംഘത്തിനൊപ്പം ചേർന്നു നിന്ന് പ്രവർത്തിക്കുകയാണോ, അതിന്റെ പിന്നിൽ എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നതൊക്കെ സംബന്ധിച്ച് വലിയ ചർച്ചകളാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായി നടത്തിയ പരിശോധനയിൽ 2 സ്പോട്ടുകളിൽ നിന്ന് മാത്രമാണ് അസ്ഥികൾ ലഭിച്ചിട്ടുള്ളത്. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അദ്ദേഹത്തിന്റെ ഒരു ടേക്ക് എന്താണ് ആ വിഷയത്തിൽ, അദ്ദേഹത്തിന്റെ വിശദീകരണമൊക്കെയും അദ്ദേഹം നൽകുന്നുണ്ട്. അത് പ്രധാനമായിട്ടും താൻ ഉന്നയിച്ച കാര്യങ്ങളുടെ ആ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ ദിശ ഒരിക്കലും മാറിപ്പോകരുത് എന്നുള്ള ആഗ്രഹപ്രകാരമാണ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനിടയിലാണ് നിർണായകമായിട്ടുള്ളൊരു വെളിപ്പെടുത്തൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഒരു മലയാളി പെൺകുട്ടിയെ താൻ മറവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മൃതദേഹം താൻ മറവ് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി SIT സംഘവുമായി പോയി. ആ പോകുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു വലിയ പാറകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്, അതിന് മുകളിൽ കുറേ മണ്ണിട്ടിരിക്കുന്നു. അപ്പോൾ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ അസ്ഥികൾ കണ്ടെത്താൻ കഴിയാത്തത് എന്ന് ശുചീകരണ തൊഴിലാളി പറയുന്നുണ്ട്. മാത്രമല്ല, താൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്കൂൾ കുട്ടിയുടെ വിഷയം, അതായിരുന്നു ഏറ്റവും പ്രധാനമായിട്ടും ഇതിലുണ്ടായിരുന്നത്. ആ സ്കൂൾ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തിടത്തും ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10 വർഷം മുൻപുള്ള കാര്യം, അദ്ദേഹം 10 വർഷം മുൻപ് വരെയാണ് അവിടെ ഉണ്ടായിരുന്നത്. മൃതദേഹം മറവ് ചെയ്യുന്നത് ഒരു 10 വർഷത്തിന് മുമ്പും 20 വർഷത്തിന് മുമ്പും അതിനും ഇടയിലുള്ളൊരു സമയത്താണ്.